നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഇൻസുലിൻ, ഹീമോഗ്ലോബിൻ, കൊളാജൻ, ഡിസ്ട്രോഫിൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡി ആണ്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു? ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ, സാൽമോണല്ല ടൈഫി, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാൽമോണല്ല ടൈഫിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, CH4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? നാരായണൻ EP, കെ വിശ്വനാഥൻ, വിജയഭാസ്കർ, സത്യനാരായണ ബലേരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സത്യനാരായണ ബലേരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്നത് ഏതു മാധ്യമത്തിലാണ്? വായു, സമുദ്രജലം, അലുമിനിയം, ഹീലിയം. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അലുമിനിയമാണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ് രശ്മികൾ, മൈക്രോ തരംഗങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അൾട്രാ വയലറ്റ് ആണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം അൾട്രാ വയലറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ, സ്കർവി, ഗോയിറ്റർ, അനീമിയ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 2, 3 ആണ്. ജ്യോതിക സങ്കരീനം പയർവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കരീനം വെണ്ടയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5, ഡിസംബർ 14, സെപ്റ്റംബർ 16, മെയ് 22. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? വർഗീസ് കുര്യൻ, ഹിരലാൽ ചൗധരി, MS സ്വാമിനാഥൻ, R മിശ്ര. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? കോട്ടയം, വയനാട്, ഇടുക്കി, കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. അത് തെറ്റാണ്. ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ശരിയാണ്. ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. തെറ്റാണ്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ചർവണകം. അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. അത് തെറ്റാണ്. അഗ്രചർവണകം ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരിയാണ്. ഒന്നുകൂടെ നോക്കാം. ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ചർവണകവും അഗ്രചർവണകവും ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? വഴുതന, തക്കാളി, പയർ, വെണ്ട. ലോല
ഏത് വിളയുടെ സങ്കര ഇനമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? സ്കർവി, ഗോയിറ്റർ, കണ, അനീമിയ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കണയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അത് തെറ്റാണ്. കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അത് ശരിയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അത് തെറ്റാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറമാണ്. ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? 2024, 2022, 2023, 2021. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി? ആർദ്രം, ഗ്രാമീണം, ആശ്വാസകിരണം ഇവയൊന്നുമല്ല. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.